ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോടും അതിലുള്ള കോഴികളെയും കുറിച്ചാണ്. ഇത് ഈ കോഴിക്കോട് ഉണ്ടാക്കാനൊരു 20,000 രൂപ ചിലവായി, പണിക്കൂലി ഇല്ലാതെ കേട്ടോ. ഒരു 10-50 കോഴികളതിൽ വളർത്താം ഈ കോഴിക്കോടിലിട്ട്. ഞാൻ വല കെട്ടിയിട്ടാണ് വിടാറ്. രാത്രി മാത്രം കോഴികളതിൽ ഇടാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 10-50 കോഴികളെ വളർത്താം. കൂട്ടിൽ ഇട്ട് വളർത്തുമ്പോൾ പിന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനുള്ള സ്പേസ് ഒന്നും ഉണ്ടാവില്ല. രാത്രി മാത്രമാണ് നമ്മൾ ഈ കൂട്ടിലിടാറ്. ഇതൊക്കെ ഇവിടെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ്. കുറച്ച് കുഞ്ഞുങ്ങൾ നമ്മൾ പേരൻസ് ആക്കാനും വേണ്ടി നിർത്തുന്നതാണ്. ബാക്കി കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറാണ് കേട്ടോ, ഡയോൾഡ് കുഞ്ഞുങ്ങളെ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. നമ്മൾ നമ്പർ ഇട്ട് കോൺടാക്ട് ചെയ്ത് കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്തു തരുന്നതാണ്. നല്ല വൈറ്റ് കൂടിയ പുള്ളിക്കുഞ്ഞുങ്ങളാണ്. കാപ്പിരി ഉണ്ടാവും, നേക്കഡ് നെക്കുണ്ട്. ഇത് നമ്മളെ പേരൻറ് സ്റ്റോക്കാണ്. കാപ്പിരി നമ്മൾ സെപ്പറേറ്റ് ആണ് ഇടാറ്. ഇത് നമ്മളെ പേരൻസ്. നമ്മൾ അധികം കോയിറ്റിട്ടാണ് കൊടുക്കാറ്. ഇത് നമ്മളൊരു കാപ്പിരിപ്പെണ്ണ് അട ആയതാണ്. ഒരു 10-11 മുട്ട വെച്ച് കൊടുത്തു. കോഴിത്തീറ്റ പിന്നെ എപ്പോഴെങ്കിലും ഇലകളും അങ്ങനെയൊക്കെ വെട്ടി കൊടുക്കാറാണുള്ളത്. നമ്മളിത് കാപ്പിരിൻ്റെ മുട്ട കിട്ടാനും വേണ്ടി പ്രത്യേക ഒരു കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെ വല കെട്ടിയിട്ട് ഇങ്ങനെ സെക്ഷനാക്കി ഇടാറാണുള്ളത്. വൈറ്റ് കൂടിയൊരു പൂവനാണ്. ഇത് വേറൊരു സെക്ഷനാണ്. തമ്മിൽ കൊത്തുകൂടും. 2 പൂവന്മാർ ഒപ്പറായിട്ട് കൊത്തുകൂടുന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേറെ ആക്കി 2, 3, 4 പട ഇട്ട് കൊടുക്കണം. നാടൻ കോഴിൻ്റെ പുറമെ നമ്മളെ കയ്യിൽ ഈജിപ്ഷ്യൻ നാടൻ കോഴി എന്നറിയപ്പെടുന്ന ഫയോമി നമ്മളെ കയ്യിലുണ്ട്. ഇപ്പോൾ ഒരു 3 പെടയും ഒരു പൂവനാണുള്ളത്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തായാലും നല്ല മുട്ട കിട്ടും. ദിവസം 3 മുട്ട എന്തായാലും കിട്ടും. ഒരാഴ്ചയിൽ ഒരു 6 എന്തായാലും 3 മുട്ട കിട്ടും. ഇവരാകുമ്പോൾ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലാണ്.